പറ്റി കൂടുതൽ പറയേണ്ടി വരില്ല. ഇന്നലെ സെഷനിൽ പറഞ്ഞ മെത്തേഡ്സ് തന്നെയാണ് അതിനകത്ത് ഫുള്ളായിട്ട് പറയുന്നുള്ളത്. ജേണി ടു ഹാപ്പിനെസ്സിൽ പറയുന്നതാണ്. നേരത്തെ മാം പറഞ്ഞ പോലെ 10 മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതും എങ്ങനെയാണ് മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതും എങ്ങനെ നമുക്ക് ഊർജ്ജസ്വലമായി നിൽക്കാൻ പറ്റുമെന്നും അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും വളരെ സിസ്റ്റമാറ്റിക്കായി സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ്. അതിൽ ഹോർമോൺസിനെ പറ്റി പറയുന്നു, എങ്ങനെയാണ് ദേഷ്യം, എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, എന്താണ് ദേഷ്യം, അതിന്റെ വിഷയങ്ങൾ, അതിൽപ്പെട്ട ഒരു പാട്ടാണ് ഇന്ന് ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അത് പലരും ഇന്നിപ്പോ എനിക്ക് തോന്നി ഞാൻ ആ കോഴ്സ് എങ്ങനെയാണ് അഡ്മിൻ ചെയ്ത ഇത് ഈ ക്യാപ്ഷൻ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വണ്ടറിങ് ആണ്. കാരണം ആ ക്യാപ്ഷൻ പൊതുവെ വന്ന് ഇവിടെ ഞാൻ ഇരിക്കുമ്പോഴേക്കും ഇവിടെയുള്ള ആൾക്കാർ അത് തന്നെ പറയുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അതുപോലെ ശാന്തമായ മനസ്സിലൂടെ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ശാന്തമായ മനസ്സിൽ മാത്രമേ നല്ല വിള ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ മനസ്സ് ശാന്തമാക്കൂ, നിങ്ങളുടെ സമയവും വരും. എവരിബഡി അഗ്രി ഫോർ ഇറ്റ്? ആർ യു റെഡി ഫോർ ഇറ്റ്? എത്ര പേര് ഇന്നത്തെ ക്ലാസ്സിൽ റെഡിയാണ്? എന്താ ഒരു യെസ് കമോൺ എത്ര പേര് റെഡിയാണ്? എത്ര പേര് ആരുടെയൊക്കെയാണ് മനസ്സ് ഇപ്പോൾ ശാന്തമല്ലാത്തത് എന്ന് പറയാമോ? ശാന്തമായ മനസ്സ് ഇല്ലാത്തയാൾ അല്ലെങ്കിൽ കോപാകുലനായ മനസ്സുള്ളയാൾ, മനസ്സ് ശാന്തമല്ലാത്ത ആൾ ആരൊക്കെയാണെന്ന് നീ എന്ന് പറയാമോ? പേര് പറയണ്ട. എന്റെ മനസ്സ് ശാന്തമല്ല. ഇവയെ ശാന്തമല്ലാത്ത മനസ്സുള്ളവരോട്, എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ള പ്രധാന, ഇടയ്ക്ക് കൈവിട്ടു പോകും. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും ഞാൻ ശാന്തനാണല്ലോ. കാരണം നാടി നോക്കുന്ന പോലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ അപ്പോഴറിയാൻ നമ്മുടെ തനിനിറം. എല്ലാവരും എഗ്രിയല്ലേ? ഇത് എല്ലാവർക്കും അവരുടെ തനിനിറം അറിയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോഴാണ്. ഞാൻ ഈ പുസ്തകത്തിൽ ഇന്ന് നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അതേപോലെ, ആമുഖത്തിൽ പറഞ്ഞ അജിത മാം പറഞ്ഞ അതേപോലെ ഭയം എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സാധനമുണ്ട്. 10 മാലിന്യങ്ങളിൽ ഒന്നാണ് കോപം എന്ന് പറയുന്ന സാധനം. ഭയമോ ദുഃഖമോ സങ്കടമോ ഇവയിൽ നിന്നുണ്ടാകുന്ന വികാര പ്രകടനം മാത്രമാണ് കോപം. അപ്പോൾ ആക്ച്വലി കോപം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് കോപം ഉണ്ടാവുന്നത്? ഇപ്പോൾ പലരും പറഞ്ഞു ശാന്തതയില്ല, മനസ്സ് ശാന്തമല്ല. മനസ്സ് ശാന്തമല്ല എന്നതിന്റെ അർത്ഥം മനസ്സ് കോപമുണ്ടെന്ന്. അപ്പോൾ മാത്രമല്ലേ മനസ്സ് ശാന്തമല്ലാതെ, അല്ലെങ്കിൽ ശാന്തമായിരിക്കും. ഏതെങ്കിലും നിരാശ, സങ്കടം, ദുഃഖം, അല്ലെങ്കിൽ നാണക്കേട്, അപകർഷതാബോധം, പ്രതികാരം നമ്മളിൽ എപ്പോഴാണോ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്, നാണക്കേട്, പശ്ചാത്താപം, ഭയം, അഹങ്കാരം, പ്രതികാരം, അസൂയ, അസഹിഷ്ണുത ഇത്യാദി പല ഞാൻ ആ വാക്യം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കുകയാണ്, പല മൂലാദികൾ എപ്പോഴാണോ നമ്മളിൽ ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മളിൽ ഈ കോപം എന്ന് പറയുന്ന സാധനം സൂര്യനെ പോലെ ഉദിച്ചു വരുന്നത്. ഭയങ്കര ചൂടായിരിക്കും അല്ലെ? കോപം എന്ന് പറഞ്ഞ സൂര്യനെ വെച്ചാലോ ഭയങ്കര ചൂടായി, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ ചെയ്യുന്നതൊന്നും ആർക്കും അറിയില്ല. എന്താ ചെയ്ത്, എന്തൊക്കെ സംഭവിച്ചത് ആർക്കും ഒരു പിടിയില്ല. എന്തൊക്കെയോ സംഭവിച്ചു. ചിലപ്പോ പ്ലേറ്റുകൾ അങ്ങോട്ട് പോകും. കിച്ചണിലാണെങ്കിൽ എടുത്ത് കഴുകുന്ന പാത്രം എടുത്ത് 2 ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചായയുടെ ഒന്നുകൂടി നമ്മുടെ ചായ അടിക്കുന്ന അടി കുറച്ചും കൂടി ശക്തി കൂട്ടും. അങ്ങനെ എന്താണ് കോപം കൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല എന്തൊക്കെ സംഭവിക്കുന്നത്. ബീഭത്സമായ അപകടകാരിയായ ഒരു വികാരമാണ് കോപം. ഇത് മാറ്റണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം പറയില്ല. ചിലവർക്ക് അത് ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ചില ആൾക്കാരില്ല, ചില സാധനങ്ങളെ കൈപ്പിടിക്കുക, അത് വിട്ടുകൊടുക്കില്ല. കാരണം ഞാൻ വിട്ടു കഴിഞ്ഞാൽ ഞാനല്ലാതെ അങ്ങനെ ഒരാൾക്കാർ മാറണം. എന്തൊക്കെയാണ് കോപം കൊണ്ടുണ്ടാവുന്ന ചില ലക്ഷണങ്ങൾ എന്ന് പറയാം. അല്ലെങ്കിൽ കോപം കൊണ്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ശാന്തതയെ പറ്റി പറയാം, അല്ലെ? അതാണല്ലോ നമുക്ക് ആവശ്യം. അപ്പൊ ആവശ്യമുള്ളതിന് നമുക്ക് ആദ്യം പറയാം, ആവശ്യമില്ലാത്തതിനെ നമുക്ക് പിന്നെ പറയാം, അല്ലെ? നമുക്ക് ശ്രീദേവിയും മൂദേവിയും ഉണ്ട്. നമ്മൾ മൂദേവിയെ പറ്റി അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ശ്രീദേവിയെ വാഴിച്ചാൽ മതിയല്ലോ, അല്ലെ? ശ്രീദേവി നമ്മളിൽ ഉണ്ടാകുമ്പോൾ മൂദേവിക്ക് യാതൊരു പ്രാധാന്യമില്ല. അപ്പൊ ശാന്തതയാണ് നമുക്ക് വേണ്ടത് എന്നറിയാം. അപ്പോൾ എന്താണ് ശാന്തത? എങ്ങനെയാണ് ശാന്തത ഉണ്ടാവുന്നത്? ശാന്തത കൊണ്ടുള്ള ഗുണം എന്താണ് പറഞ്ഞാൽ, ശാന്തതയുടെ എതിർ പക്ഷക്കാരിയായ കോപത്തിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ശാന്തത എന്ന് പറയുന്നത്
എല്ലാവർക്കും വേണമെന്ന് നിങ്ങൾ എങ്ങനെ സാധ്യമായി നടക്കുന്നില്ലല്ലോ എനിക്ക്. എന്താ നടക്കാത്തത്? ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒന്നും രക്ഷപ്പെടില്ല, ശാന്തമായി ഇരിക്കാൻ പോവാണ്. പക്ഷെ ഭർത്താവ് വന്നിട്ട് 2 ഡയലോഗ് പറഞ്ഞപ്പോണ്ടല്ലോ, സാറേ എനിക്ക് എന്റെ കൺട്രോൾ വിട്ടു. ഞാൻ മകനോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവന്റെ റൂമിൽ പോയി നോക്കുമ്പോ അവൻ മൊബൈൽ എടുത്ത് നോക്കും. പോയി സാർ, എന്റെ എല്ലാം പോയി കംപ്ലീറ്റ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ലേ? അവര് ചെയ്യാൻ പാടുണ്ടോ? ഓഫീസിൽ ഒരു ടെൻഷനും ഇല്ല. രാവിലെ പ്രാർത്ഥിച്ചിറങ്ങിയതാ. ഇന്ന് ഞാൻ ഓഫീസിൽ ടെൻഷൻ അടിക്കില്ല, ഒന്നും ചെയ്യില്ല, സന്തോഷത്തോടെ പോയിരുന്നു. ഇതിന്റെ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ആള് 2 ഫയൽ എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതിപ്പോ ശരിയാക്കി തരണം. ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ കൺട്രോൾ കിട്ടുമോ? പോയില്ലേ? പോയി. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അപ്പുറത്തവൻ ചോദിക്കും, ഞാൻ ഇവിടുന്ന് ഹലോ, സിമ്പിൾ ആണ്. അപ്പുറത്തെ ആൾക്കാർ പറഞ്ഞു ഞാൻ ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾ പറഞ്ഞു ഹലോ ഹലോ 3 പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് 3ാമത്തെ തവണ ഞാൻ ഹലോ തന്നെ പറഞ്ഞാൽ എന്റെ ഞാൻ എത്ര സമയം ഹലോ പറയണേ? ഒരു പരിമിതിയില്ലേ? ഞാൻ വെച്ചാൽ വെച്ചിട്ട് പോടേ ഹലോ എന്നും പറഞ്ഞു 2 തെറി അയാളെ പറഞ്ഞു. അയാൾ ഫോൺ കട്ട് ചെയ്ത് ചെറി പറഞ്ഞു, ഫോൺ കട്ട് ചെയ്ത് നമ്മൾ തന്നെ വെച്ചു. പിന്നെ നമ്മൾ അയാൾ അങ്ങനെ പറയാൻ പാട്ടു. അയാൾ അങ്ങനെ പറയും, നമ്മൾ തന്നെ പിടിച്ചിട്ട് അല്ലെ? ഇതാണ് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ? അപ്പോ ശാന്തത എന്ന് പറയുന്ന സംഭവം എന്നത് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കി. ഇപ്പൊ എല്ലാവരും ശാന്തത വേണമെന്ന് പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞല്ലോ അല്ലെ? എന്നാ പിന്നെ നാളെ രാവിലെ പോയിട്ട് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ 1 കിലോ ശാന്തത തരൂ എന്ന് പറഞ്ഞ് കാശ് കൊടുത്താൽ കിട്ടുമോ? എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നു, പണ്ട് ഇന്നസെന്റിന്റെയും നമ്മുടെ പേര് മോഹൻലാലിന്റെ ഒക്കെ ഒരു ഗൾഫ് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ട് ഇങ്ങനെ വെച്ചാല് അതില് ഒരു കഥാപ്രസംഗം നടക്കുന്നുണ്ട്. സാംബശിവന്റെ അല്ല, നമ്മുടെ അപ്പോ ഒരു കഥ പറയാണ് അവര്. കഥ പറയാൻ വരുന്നപ്പോ കഥാപ്രസംഗത്തിന് പുസ്തകം എടുക്കാൻ മറന്നുപോയി. അപ്പൊ കഥ പറഞ്ഞിട്ട് ഈ കഥ ഏതാണെന്ന് പറയാൻ നമ്മുടെ നാടൻ പ്രദേശത്തോ ചേരി പ്രദേശത്തോ ഉള്ള ജനങ്ങളുടെ കഥ വേരോടെ മാന്തിപ്പറിച്ചതാണ് ഈ കഥ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് അപ്പോ ഇത് ഓരോ പ്രാവശ്യം വേരോടെ മാന്തിപ്പറിച്ച് ഈ അവരുടെ ക്ഷമ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ നമുക്ക് പോയി ശാന്തത എവിടെ നിന്നെങ്കിലും ഒരിക്കലും മേടിച്ചുകൊണ്ടുവരാൻ പറ്റുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ശാന്തത കൈവരിക്കുക? ഇത് ശാന്തത കൊണ്ട് എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കണം. ഏറ്റവും ഫണ്ടമെന്റൽ, ഞാൻ നേരത്തെ അലൻ മാഡം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം നിർത്തിയിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു പരിപാടിയില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എങ്കിൽ ഉപാസന അല്ലെങ്കിൽ മൗന വ്രതം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റുക. സാധാരണക്കാരന് ഇത് പിടികിട്ടില്ല. ഇതാണ് ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഫണ്ടമെന്റലായ നിയമം എന്നാൽ ആന്തരിക മൗനം എന്ന് പറയുന്നതാണ്. ഈ ആന്തരിക മൗനത്തിലേക്ക് ഉള്ള യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ശാന്തത എന്നത്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ശാന്തത കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സിനെ മുകളിലേക്ക്, നമ്മുടെ നിലവിലുള്ള മനസ്സിന്റെ അവസ്ഥയുടെ മുകളിലേക്കുള്ള അവസ്ഥയ്ക്കാണ് ശാന്തത എന്ന് പറയുന്നത്. നോർമലി ഉള്ള സ്റ്റേജിൽ നിന്നും അപ്പർ വേർഷൻ ഓഫ് അവർ സെൽഫ്, നമ്മുടെ തന്നെ മറ്റൊരു നല്ല വശം ഏതാണോ അതാണ് ശാന്തത എന്ന് പറയുന്നത്. അപ്പൊ ശാന്തതയുള്ള വ്യക്തികൾ അവർ അനുഭവിക്കുന്ന ഏത് സാഹചര്യത്തെയും പ്രതികരിക്കാതെ അതിലേക്കൊരു ദർശകനായി മാറുന്നു എന്നാണ് പറയുന്നത്. അതായത് ശാന്തതയുള്ള ഒരാൾ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ഞാനിപ്പോ ശാന്തതയിലാണ് ഇരിക്കുന്നത്, ഞാൻ ശാന്തതയാണ്. നിങ്ങൾ അവിടുന്ന് ഇനി എന്ത് തന്നെ കംപ്ലൈന്റ് പറഞ്ഞാലും, എന്നെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞാലും, സാർ എന്ത് പോക്കൃത്തരാണ് ഈ പറയുന്നത്, അങ്ങനെ എന്ത് ബുദ്ധിയില്ലായ്മയാണ് പറയുന്നതൊക്കെ പറഞ്ഞാലും, ഇങ്ങനെ ഇരുന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു എങ്കിൽ ഞാൻ ശാന്തതയുള്ള ഒരാളാണ്. അല്ല നിങ്ങളോട് അല്ല അതങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, അത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞത് എന്ന് ജസ്റ്റിഫിക്കേഷൻ നടത്താൻ ഞാൻ തയ്യാറായാൽ അതിനെ അതേപോലെ അംഗീകരിച്ച് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയ്ക്കാണ് ശാന്തത. ആ വിറ്റ്നസ് മോഡിലേക്ക് പോകാൻ പറ്റുന്ന, ദർശകനായി മാറുക, എല്ലാം കാണുക. ഓക്കെ, അതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് ശാന്തത എന്ന് പറയും. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? എത്ര പേർക്ക് ഇത് മനസ്സിലായ സംഭവം എന്താണ് ഈ ശാന്തത? ഇതെല്ലാം അറിയാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്നല്ലോ. അപ്പൊ ശാന്തത കൈവരിക്കണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, നടപടികളുണ്ട്. അതിന് പറയുന്ന പേരാണ്, നമുക്ക് കോപം ഇല്ലാതിരിക്കണം, ക്ഷീണം ഇല്ലാതിരിക്കണം, നിരാശ ഇല്ലാതിരിക്കണം, വിഷാദമായ കാര്യങ്ങൾ ഇല്ലാതിരിക്കണം എന്ന് ഞാൻ പറഞ്ഞ
അപ്പൊ ഞാൻ പൊട്ടനാവരുതല്ലോ. ഇതൊന്നും ഇല്ലാതിരിക്കലല്ല ശാന്തത എന്ന് പറയുന്നത്. അങ്ങനെ ആരും എടുക്കരുത്. അങ്ങനെ കോപം, ക്ഷീണം, നിരാശ, വിഷാദം എന്നിത്യാദികളെല്ലാം മനുഷ്യ മനസ്സിന്റെ യാഥാർത്ഥ സംഭവങ്ങളാണ് എങ്കിലും, സ്വാഭാവിക സംഭവങ്ങളാണ് എങ്കിലും, അതിനെ, ആ വികാരത്തെ നമുക്ക് കൃത്യമായി നിയന്ത്രിക്കാനും അതിന്റെ അടിമയായി കഴിയാതെ പോകാനും ഉള്ള വിദ്യകളും സാമർഥ്യങ്ങളും ഉണ്ടാക്കുക എന്നതാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാന വിഷയം. അതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം എന്നതാണ് മനസ്സിലാക്കുക. അതായത് നമുക്ക് എന്ത് ഇമോഷണൽ ട്രിഗറുകൾ ഉണ്ടായാലും അതിനെ യഥാർത്ഥ വിധിയോടുകൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അടിമപ്പെടാതെ, അതിൽ പെട്ട് നമ്മൾ അത് നമ്മളെ ഭരിക്കാതെ നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന യഥാർത്ഥമായ അവസ്ഥയ്ക്കാണ് ഇത്. അതാണ് യഥാർത്ഥ വിജയം. അതിന് കൺട്രോൾ എന്ന് വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വി ഷുഡ് നോട്ട് കൺട്രോൾ. ഞാൻ പറഞ്ഞ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഇഞ്ചിൻ അതിവേഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക തന്നെ വേണം ഇഞ്ചിൻ നോർമൽ കണ്ടീഷനിലാകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ആക്സിലേറ്റർ സെയിം തന്നെ പിടിച്ചിട്ട് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഒരു സാധനം കൺട്രോൾ ആവില്ല, അല്ലെ? അത് പോയിക്കൊണ്ട് കൺട്രോൾ തെറ്റും. അപ്പോൾ ശാന്തത, കോപം വരുന്ന ഒരാൾ ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ കോപമില്ല. അത് ഇല്ല, അതായത് അതിനെ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പ്രക്രിയക്ക് അപ്പുറത്തേക്ക് അത് നമ്മുടെ സ്റ്റേറ്റ് ആയി മാറണം. കോപം വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും നിരാശ വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും എനിക്ക് വിഷാദമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ നിന്ന് മറ്റൊരു സാധനം ഇറങ്ങി വരും. സോ വാട്ട്? പക്ഷെ ഞാൻ ഇതിന് അടിമപ്പെടില്ലല്ലോ, അത് വന്നോട്ടെ പോയിക്കോട്ടെ എന്ന അവസ്ഥയിലേക്കും വിറ്റ്നസ് മോഡിലേക്കും നമ്മൾ എത്താൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് നമുക്ക് ആവശ്യം. ഇത് ജേർണി ടു ഹാപ്പിനെസ്സിൽ വളരെ സിസ്റ്റമാറ്റിക്കായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എങ്ങനെ ഇത് സാധ്യമാകും. അപ്പോൾ ശാന്തതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വിവേകം നമുക്ക് നൽകുക എന്നതാണ് ഒന്നാമത്തെ ഘടകം. എഴുതി വെച്ചോളൂ. ശാന്തത കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിവേകമതിയായി മാറും. വിവേകമുള്ളവനാണോ വിവേകമുള്ളവളാകണമെങ്കിൽ നിങ്ങൾക്ക് ശാന്തത വേണം. ശാന്തതയുടെ ഒന്നാമത്തെ ഗുണം വെച്ചാൽ വിവേകമതിയായി മാറുന്നു. ശാന്തത ഉള്ളപ്പോഴാണ് വ്യക്തിക്ക് സത്യസന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക എന്ന് പറയും. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾ ശാന്തതയിലല്ലാതെ എടുത്ത തീരുമാനങ്ങൾക്ക് എന്ത് സംഭവിക്കും? ശാന്തതയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സത്യസന്ധമായി മാറും എന്ന് പറയുമ്പോൾ ദേഷ്യത്തിലൂടെ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും സംഭവിക്കുക? റോങ് ആയി മാറുക തന്നെ ചെയ്യും. യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയല്ലേ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ റോങ് സംഭവിച്ചിട്ടുള്ളത്? ആ റോങ് ഡിസിഷൻ എടുത്ത നിമിഷങ്ങളെ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. അതെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഇമോഷനിൽ പെട്ടിട്ട് എടുത്ത തീരുമാനങ്ങളായിരിക്കാം. ആണ്. അത് മാത്രമേ റോങ് ആയി മാറുള്ളൂ. ശാന്തമായി എടുക്കുന്ന ഒരു തീരുമാനവും തെറ്റില്ല ജീവിതം. എല്ലാവരും ഇത് വിറ്റ്നസ് ആയിട്ടുണ്ടാവും. എല്ലാവർക്കും അത് സംഭവിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായ സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ അത് മനസ്സിന്റെ പ്രക്രിയയെ പറ്റി പറഞ്ഞു. ഇനി ആർക്കൊക്കെയാണ് ഇവിടെ ആരോഗ്യം നല്ലതില്ലാത്ത ആൾക്കാർ? എന്റെ ആരോഗ്യം സുഖകരമല്ല എന്ന് പറയുന്ന ആൾക്കാർ, കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും. ഇപ്പോൾ നേരത്തെ ഇവിടെ ഉദാഹരണം പറഞ്ഞ രണ്ട് ആൾക്കാരും എങ്ങനെയാണ് അവര് കാലിലെ വേദന മാറിയത്, കയ്യിലെ വേദന മാറിയത് എന്ന് ചോദിച്ചാൽ മെഡിറ്റേഷനിലൂടെയാണ് എന്ന്, അല്ലെങ്കിൽ സാറിന്റെ അഫിർമേഷനിലൂടെയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞെന്ന് വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചിട്ടുള്ളത്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും അഫിർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴും മനസ്സ് സ്വസ്ഥമാകുന്നു, മനസ്സ് ശാന്തത കൈവരിക്കുന്നു. മനസ്സ് എപ്പോഴാണോ ശാന്തത കൈവരിക്കുന്നത് അപ്പോൾ ആരോഗ്യം പൂർണ്ണമായും നല്ലതായി മാറുന്നു.
കോപം അടങ്ങിയ മനസ്സ് നിശ്ചിതമായ ആഘാതങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുമ്പോൾ ശാന്തത ശരീരത്തിനും മനസ്സിനും സമാധാനം നൽകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ആരോഗ്യകരമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ മാലിന്യങ്ങൾ 9 മാലിന്യങ്ങളും ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ ഒന്ന് നിങ്ങളിൽ ഏറിയിരിക്കുന്നതാണ് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട്. യാതൊരു തർക്കവുമില്ല. വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളൂ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഏതാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആരോഗ്യ വിഷയമുള്ളത്. അതുകൊണ്ടാണ് ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും, ഇന്നലെ ഞാൻ ആർക്കാണ് ഡയറക്റ്റ് പറഞ്ഞത്, നിങ്ങൾ മിനിമം 2 മണിക്കൂറെങ്കിലും ജിംനേഷ്യത്തിൽ പോകണം, അല്ലെങ്കിൽ യോഗ ചെയ്യണം, സൂര്യ നമസ്കാരം ചെയ്യണം, 1 മണിക്കൂറെങ്കിലും ചെയ്യണം. അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ആ പറഞ്ഞ ആളിവിടെ ഉണ്ടാവും, അവർ പോയോന്നറിയില്ല. 2 പേരോട് ഇന്നത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു, മൈഗ്രെയിൻ ഉണ്ടാവുന്നതും സെയിം ഇഷ്യൂ ആണ്. നമ്മുടെ ഹോർമോൺസിന്റെ ഇൻബാലൻസ് കൊണ്ടാണ് മൈഗ്രെയിൻസ് ഉണ്ടാവുന്നത്. ഹോർമോൺസ് ഇൻബാലൻസ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഹോർമോൺസ് പ്രൊഡക്ഷൻ കറക്റ്റ് അല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള കണക്ടിവിറ്റി ശരിയല്ലാതിരിക്കുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോക്സിക് ഹോർമോൺസ് ടോക്സിക്കേഷനായി മാറുന്നു. ആ ടോക്സിക്കേഷനാണ് നമ്മുടെ അസുഖം ഉണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഉണ്ടാവുന്നത്. നമുക്ക് കോർട്ടിസോൾ ഉണ്ടാവാറുണ്ട്, മറ്റെല്ലാം ഇതും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അതിന്റെ അനുപാതത്തിൽ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ മാത്രം സംഭവിച്ചാൽ ഇതൊന്നും അസുഖമാവില്ല. അത് കൃത്യമായി മനുഷ്യന്റെ ശരീരത്തിന്റെ സ്വാഭാവിക അവസ്ഥയാണ്. പക്ഷെ അത് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇത്യാദി വിഷയങ്ങളിൽ ഉണ്ടാകും. ഇതിന് പ്രധാനമായി സംഭവിക്കുന്നത് നമ്മുടെ ഈ എന്താ പറയാ ഇതുപോലുള്ള നമ്മുടെ മാനസികമായ വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശാന്തത കൈവരിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഒന്നാമത്തെ നമ്മുടെ വിവേകമതിയായി മാറുന്നു. എന്താണ് വിവേകം എന്ന് പറയുന്നത്? എങ്ങനെ എപ്പോൾ എവിടെ എങ്ങനെ എപ്പോൾ പ്രതികരിക്കണമെന്ന് അതിന്റെ നിങ്ങൾ ഇങ്ങനെ കുറെ ആരോഗ്യ വിഷയം ചോദിച്ചാൽ ഞാനൊരു ഡോക്ടറല്ല, മൊത്തം പറയും. ഞാൻ ഇതിന്റെയൊക്കെ മനസ്സുമായി കണക്ട് ചെയ്ത് പറയുകയാണ്. ഹെർണിയുണ്ട്, ഗ്യാസ് ഉണ്ട്, ഇതെല്ലാം സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ആണ്. അപസ്മാരത്തെ പറ്റി ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ മനസ്സിന്റെ പ്രക്രിയയിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒരു പരിധി വരെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് വേറെ വിഷയങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് 100% അല്ല, ഇതിന് കൃത്യമായി നിങ്ങളൊരു ഡോക്ടറെ തന്നെ കാണേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ പ്രധാനമായ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ടാമത് നമ്മുടെ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നു. നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാവുന്നു ശാന്തത കൈവരിക്കുന്നു. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നന്നാക്കണമെങ്കിൽ നിങ്ങൾ ശാന്തത കൈവരിച്ചാൽ മാത്രം മതി. അതിന്റെ പേരാണ് നല്ല ബന്ധങ്ങൾ. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ആരെങ്കിലും നല്ല ശാന്തമായി കൂളായിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരാളോട് ആർക്കെങ്കിലും ഒരു വിരോധം ഉണ്ടാവുമോ? ആരെങ്കിലും അവരോട് ഒച്ചയും പാടും ബഹളം ഉണ്ടാക്കുമോ? നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കൂളായിട്ടാണ് വീട്ടിൽ പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോ നിങ്ങളുടെ വഴക്ക് പറയാൻ തോന്നും, അടികൂടാൻ തോന്നും? ആർക്കും തോന്നില്ല. ഈവൻ മദ്യപാനിയായി വന്ന മനുഷ്യന് പോലും നമ്മൾ കൂളായിട്ടാണോ നിങ്ങൾ കുടിച്ചോ, ഓക്കെ ശരി എന്ന രീതിയിൽ ശാന്തത കൈവരിക്കാൻ പറ്റുമോ എന്നത് ഒന്നാമത്തെ ചോദ്യം. പറ്റിയാൽ അവർക്ക് പിന്നെ തോന്നുമോ കള്ളു കുടിച്ച് വരാൻ? ഈ കള്ളു കുടിച്ച് വരാൻ ഇത് ഒന്നാമത്തെ മാൻ സൈക്കോളജി അറിയാണ്. ഇവിടെയുള്ള സഹോദരന്മാരോട് പറയാണ്, ഇല്ല ഈ ആണുങ്ങൾക്ക് ഒരു പ്രത്യേകത നമുക്ക് ഭയങ്കര രസമുള്ള അവസ്ഥയാണ്. എവിടെയെങ്കിലും നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇത് ചെയ്തെന്ന് ചോദിച്ചാൽ അവർ അത് തന്നെ ചെയ്യും, യാതൊരു തർക്കവും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ചോദിച്ചാൽ പിറ്റേ ദിവസം അവൻ അത് എങ്ങനെയെങ്കിലും ചെയ്തിരിക്കും. അത് ചെയ്തിട്ട് ഇത് ഞങ്ങളെ ആണുങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയും, ഇതിലൊക്കെ ശ്രദ്ധിക്കുക. ശാന്തമായി നിങ്ങൾ കൈകാര്യം ചെയ്താൽ ഇവരെല്ലാം ഇങ്ങനെ എന്താ പറയാ
മാഗ്നറ്റിനെ പോലെ നിങ്ങൾ നിന്നാൽ മതി, അത് വന്നോളും. ഏത് ഇരുമ്പ് ഹൃദയവും ഇങ്ങോട്ട് വന്നോളും. സ്വാഭാവികമാണ് കേട്ടോ, ഇതൊക്കെ ഇതാണ്. അപ്പൊ ശാന്തതയാണ് പറഞ്ഞത് അല്ലെ. ബന്ധങ്ങൾ നല്ലതാക്കാൻ ശാന്തമായ മനസ്സ് നല്ല ബന്ധങ്ങൾ നിലനിർത്താനും പ്രശ്ന പരിഹാരത്തിനും സഹായമാകും. മൂന്നല്ലേ വേണ്ട നമുക്ക്? നല്ല ബന്ധങ്ങൾ വേണം, അത് നിലനിർത്തണം, പ്രശ്നങ്ങളില്ലാതെ പ്രശ്നം പരിഹരിക്കും വേണം. മൂന്ന് കാര്യം നന്നാ ക്ലിയർ ആയിട്ട്. ദേഷ്യം വരുമ്പോ ഞാൻ നേരത്തെ ഒരു റീൽസ് കണ്ടത്, അതിൽ പറഞ്ഞ ഒരു കാര്യം അഭിഷേതാണ് പറഞ്ഞു. അഭിഷേക് ഗുരുവായൂർ പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞു, വീട്ടിലെത്തി, ഭാര്യ ഭർത്താവ് മുട്ട വഴക്കാണ്. നീ ആദ്യം അടിക്കും, ഞാൻ ആദ്യം അടിക്കും, ഭയങ്കര മുട്ട വഴക്ക് നടക്കുമ്പോ ഇടയിൽ അയൽവാസി വന്നിട്ട് വെല്ലടിക്കുകയാണ്. അപ്പോ രണ്ടുപേരും ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, നമ്മൾ ആളെ നോക്കിയിട്ട് വരാം, എന്നിട്ട് അടുത്ത വഴക്ക് നടത്താം എന്ന് വിചാരിച്ചിട്ട് വഴക്കിനോട് നിർത്തിയിട്ട് അയൽക്കാരനെ വീട്ടിലൊക്കെ എത്തി ചായയൊക്കെ കൊടുത്ത് തിരിച്ചു പറഞ്ഞതിന് ശേഷം വീണ്ടും പറയോ എന്നാ പിന്നെ നമുക്ക് തുടങ്ങിക്കളയാം, നിർത്തി വെച്ച വഴക്ക്. ആരെങ്കിലും വഴക്കുണ്ടാക്കാം? അങ്ങനെ ആരെങ്കിലും വഴക്കുണ്ടാക്കി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും വഴക്കുണ്ടാക്കാറില്ല അല്ലേ? അപ്പോ വഴക്കുണ്ടാക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പറിൽ നിൽക്കുമ്പോൾ വഴക്കുണ്ടാക്കും. അതിനെ ഒന്ന് പോസ് ചെയ്യാൻ പറ്റിയാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കോപത്തിന് ബാധകമാണ്, പറഞ്ഞു തരാം. കോപം മാറ്റാനായിട്ട് ഏറ്റവും എളുപ്പം വഴി എന്ന് വെച്ചാൽ പോസ് ദ ആക്ഷൻ. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ ഒന്ന് പോസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ, ഒരു 3 തവണ ബ്രീത്തിങ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ വിറ്റ്നസ് ഞാൻ തന്നെയാണ്, വളരെ കൃത്യമായി ഞാൻ തന്നെയാണ് ഇതിന്റെ വിറ്റ്നസ്. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള മനുഷ്യരായിരുന്നു. ഞാനത് 3 തവണ ബ്രീത്തിങ് പഠിച്ചു. എപ്പോഴാണോ ദേഷ്യം വരുന്നത്, ആ വരണ്ടാത്ത സമയത്താണ് വന്നതെങ്കിൽ 3 തവണ നന്നായിട്ട് ബ്രീത്ത് എടുക്കും. ബ്രീത്ത് എടുത്തിട്ട് ഞാൻ പറയും റിലാക്സ് റിലാക്സ് റിലാക്സ്. 1 തവണ സാധനം കടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ സ്വസ്ഥമായി ഇപ്പൊ ജീവിതം സന്തോഷത്തോടു കൂടി പോകുന്നു. അപ്പോ ഇതാണ് ശാന്തതയെ പറ്റി പറയുന്നത്. ഇന്ന് ശാന്തത കൈവരിക്കാനുള്ള 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അല്ലേ? സമയം കൂടിയായി. ശാന്തത കൈവരിക്കാനുള്ള 4 കാര്യങ്ങൾ പറഞ്ഞു തരാം. വേണോ? പറഞ്ഞു തരാം. നിങ്ങളെല്ലാം എന്ന് എനിക്ക് പറഞ്ഞ് വേണമെങ്കിൽ എസ് പറയൂ. വേണ്ടവർ എസ്. കുറെ നേരം കൈയൊന്നും തരിയാതെ അല്ലേ? അത് പറഞ്ഞ് കേൾക്കുമ്പോൾ തോന്നി കുറെ ശാന്തത നമുക്കെല്ലാം ഉണ്ട് എന്ന് തോന്നി. പക്ഷെങ്കിൽ ഇപ്പൊ നാളെ ഇത് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. നിലനിർത്താൻ പറ്റാത്തവരോട് പറയാം, ഒരു കയറിപ്പോര്, മെഡിറ്റേഷനിലേക്ക് കയറിപ്പോര്, ജേർണി ടു ഹാപ്പിനെസ്സിലേക്ക് കയറിപ്പോര്. നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് മാറ്റാം. ഒരു സംശയമില്ല, മാറ്റിയിരിക്കുന്നു. ക്ലാസ്സിൽ മുഴുകിയിരിക്കുകയാണ്. താങ്ക് യു. അപ്പോ ഞാൻ ഒരു ജസ്റ്റ് എക്സ്പെരിമെന്റ് എടുക്കാം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തു നോക്കാം നാളെ. ഇപ്പൊ ആർക്കും ഇല്ലല്ലോ ദേഷ്യമൊന്നും, സങ്കടവും കോപവും നിരാശയൊന്നും ആർക്കും ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടോ? എനിബഡി ഹാവ് ദിസ് ഫീലിങ്സ്? ദേഷ്യം, സങ്കടം, നിരാശ, കോപം. അവനാണ് കോപം. പാമ്പ് തലപൊക്കുന്ന പോലെ ഇങ്ങനെ പൊക്കി നോക്കുന്ന സാധനത്തിന്റെ പേരാണ് കോപം. എവിടെയെങ്കിലും ഉണ്ടോ? നമുക്കറിയില്ല ഇത് എവിടെയുണ്ട്. പെട്ടെന്ന് ഒരൊക്കെ പാമ്പ് കുത്തുന്ന പോലെ എങ്ങനെ വരും. അതിന്റെ പേരാണ് കോപം. ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പൊ? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഫീലിങ്സ് ഒന്ന് എഴുതിയേ. ഐ ആം ഏതോ ഒരു ഫീലിങ്സ് നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ 150 ആൾക്കാരും അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് ഇല്ലേ? ആ ഫീലിങ്സിന്റെ പേര് യെസ്, ഐ ആം ഹാപ്പി 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 ഹാപ്പി. യെസ്, അതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പരിശീലിക്കാം. എപ്പോഴും എഴുതി വെച്ചോളൂ. ആദ്യം എഴുതി വെച്ചോളൂ. കാരണം ഇത് എപ്പോഴും പ്രോബ്ലം വരുമ്പോ നിങ്ങൾ എവിടെ എന്താക്കണമല്ലോ, പെണ്ണുങ്ങളെല്ലാം ഇത് കിച്ചണിൽ എഴുതി വെക്കണം. ഈ സാധനം കോപം വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക കേട്ടോ. കാരണം എപ്പോഴാണ് ഇത്, അവിടെ നിന്നാണല്ലോ ഈ സാധനം കൂടുതൽ വരുന്നത്. കിച്ചണിലാണ് ഈ സാധനം വരുന്നത്, അത്രയും വരില്ല. ആണുങ്ങള് എവിടെയാണോ നിങ്ങൾക്ക് ഉചിതമായ ആ സ്ഥലത്ത് എഴുതി വെച്ചോളൂ. കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങള് ബെഡ്റൂമിലോ മറ്റോ എഴുതി വെച്ചു. ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ കാര്യം, ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ദേഷ്യം വന്നു എന്ന് കരുതും ഉടനെ നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. എഴുതി വെച്ചാൽ അത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചത്. രണ്ടാമത്തത്, എല്ലാ ദിവസവും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. എവറിഡേ മെഡിറ്റേഷൻ. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. വേറെ ഓപ്ഷൻസ് ഒന്നും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാം, ടാബ്ലറ്റ്സ് കഴിച്ചാൽ പോലും മാറില്ല.
മെഡിറ്റേഷൻ അത്ര കണ്ട് പവർഫുൾ ആണ്. എങ്ങനെ മെഡിറ്റേഷൻ? യഥാർത്ഥ മെഡിറ്റേഷൻ ആയിരിക്കണം. ഫീൽ ചെയ്തുകൊണ്ടുള്ള മെഡിറ്റേഷൻ. വെറുതെ കണ്ടിട്ട് കണ്ണടച്ചിട്ട് ഞാനും മെഡിറ്റേറ്റ് ചെയ്യുന്നു, ബുദ്ധനെ ഫോട്ടോ കണ്ടാ ബുദ്ധ അവിടെ മെഡിറ്റേറ്റ് ചെയ്തു, ഞാനും ചെയ്തേക്കാം എന്ന് കരുതി മെഡിറ്റേഷൻ ഇരുന്നു, കയ്യെ കാലൊക്കെ കറക്റ്റ് ഇരുന്നു. എന്നിട്ട് ആലോചിക്കും നാളെ ഇപ്പൊ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത്. എന്നാലും അവള് നേരത്തെ എന്നോട് ഇത് എന്തിനായിരിക്കും പറഞ്ഞത്? ചാനൽ മെഡിറ്റേറ്റ് ചെയ്യാനുണ്ടോ? ശരിയാണ്. പക്ഷെ ആ കിച്ചണില് കുക്കർ അടിക്കാറായോ? ആയിക്കാണും. തിരിച്ച് മെഡിറ്റേഷനിൽ വന്നു വീണ്ടും ആലോചിക്കുകയാണ്, അല്ല അവൻ എന്നോട് ഇന്നലെ പറഞ്ഞത് ശരിയായില്ലല്ലോ, തെറ്റല്ല. മെഡിറ്റേഷൻ നടക്കുമോ? സൂപ്പർ മെഡിറ്റേഷൻ ആവും അല്ലെ? നല്ല മെഡിറ്റേഷൻ. എന്താണ് മെഡിറ്റേഷൻ? അവനവനെ അവനവനെ ഏകാഗ്രതപ്പെടുത്തുന്ന ഒരു അവസ്ഥയ്ക്കാണ് മെഡിറ്റേഷൻ. പക്ഷെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴാണ് പണ്ട് 15 വർഷം മുമ്പ് ഒരാൾ കടം മേടിച്ച് വന്ന കാര്യം ഓർമ്മ വരുന്നത്, കടം ചോദിച്ചു വന്ന കാര്യം ഓർമ്മ വരുന്നത്. അന്ന് അവൻ ചോദിച്ചെന്നോട് 18 വർഷമായി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ വന്നത് വേഗം വന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. 15 മിനിറ്റ് സാറ് പറഞ്ഞു മെഡിറ്റേറ്റ് ചെയ്യാൻ. എന്നാ പിന്നെ കുക്കറിൽ ചോറ് വെച്ചാൽ 15 മിനിറ്റ് ഇരുന്നാൽ ചോറ് റെഡിയാവും. ചോറ് അവിടെ തിളക്കാൻ വെച്ചു, ഇവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യാണ്. 15 മിനിറ്റ്, അയ്യോ ചോറ് തിളച്ചോ, ഓഫായോ, ഗ്യാസ് ഞാൻ ഓഫാക്കിയില്ല. മെഡിറ്റേഷൻ വർക്ക് ചെയ്യില്ല. പൊന്നു സുഹൃത്തുക്കളെ, എല്ലാവരോടും ദയവ് ചെയ്ത് പറയാണ്, ഇതൊന്നും വർക്ക് ചെയ്യില്ല. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനൊക്കെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും. എവിടെ വേണം പങ്കെടുത്തോളൂ, ഒരു വിഷയമില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് എപ്പോഴാണോ ഇറങ്ങി ചെല്ലുന്നത്, ആ വാക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നമ്മൾ നമ്മളിലേക്ക് എപ്പോഴാണോ ഇറങ്ങി ചെല്ലുന്നത്, ഞാനാകുന്ന സത്വവും ഞാനാകുന്ന ശരീരവും ഞാനാകുന്ന മനസ്സും ഞാനാകുന്ന ചിന്തകളും ഞാനാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴാണോ അതാണ് മെഡിറ്റേഷൻ. ശരീരം ഒന്ന്, മനസ്സൊന്ന്, ചിന്തകളൊന്ന്, ആത്മാവ് ഒന്ന് എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ മെഡിറ്റേഷൻ പ്രാവർത്തികമാവില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ. യഥാർത്ഥ മെഡിറ്റേഷൻ ചെയ്താൽ 100% ഗുണമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, സഹനശക്തി വളർത്തുക. എന്താണ് സഹനശക്തി? നമുക്ക് പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് അംഗീകരിക്കുകയും അത് സ്വാഭാവിക പ്രക്രിയയാണെന്ന് അറിയുകയും അതിനെ ക്ഷമയോടെയും സഹനത്തോടെയും ഉൾക്കൊള്ളാൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും നമുക്ക് ഒരേ അവസ്ഥയാണെന്ന്. ഇല്ല, പ്രയാസങ്ങളും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ സാധ്യമാകും. പരീക്ഷണങ്ങളാണ് ജീവിതം എന്ന് പറയുന്നത്. അത് സാധ്യം. അവിടെയും നമ്മൾ ഉണ്ടാകുമ്പോൾ അത് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ഷമ പരിശീലിച്ചു കൊണ്ടേയിരിക്കണം. എന്താണ് ചെയ്യുന്നത്? ക്ഷമ പരിശീലിച്ചു കൊണ്ടേയിരിക്കണം. എത്രത്തോളം നമ്മൾ ക്ഷമയിലോ അത്രത്തോളം പരിശീലനങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമെന്നാണ്. അപ്പോൾ ഇത് നടത്തുക. മൂന്നാമത്തെ കാര്യം, എന്താ പറയാ, എല്ലാത്തിനും ഒരു കൃത്യത കൊണ്ടുവരിക എന്ന് പറയും. കൃത്യത എന്ന് പറയുന്ന ഒരു സംഭവം, എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചു. നമുക്ക് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് പോകാം അല്ലെ? എല്ലാവരും റെഡി ആയിരിക്കുക. 4-4-4-4 ടെക്നിക്ക് ഉപയോഗിക്കാം. നമുക്ക് 4 സെക്കൻഡ് അകത്തോട്ട് മൂന്ന് തവണ 4 സെക്കൻഡ് അകത്തോട്ട്, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് പുറത്തോട്ട് വിടുക, 4 സെക്കൻഡ് അവിടെ സ്റ്റോപ്പായി നിൽക്കുക. ഇത് 3 തവണ. പിന്നെ ഓരോ ബ്രീത്ത് നിങ്ങൾ 11 ബ്രീത്ത് എടുക്കുക, കൗണ്ട് ചെയ്യുക. 11 ബ്രീത്ത് ഇൻ, 11 ബ്രീത്ത് ഔട്ട്. കുറച്ച് ലോങ് ആണ് ഇന്ന് കാണിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നാളെ ഇനിയിപ്പോ 3 പ്രാവശ്യം എടുത്താൽ മതി കേട്ടോ. നോക്കാം. എല്ലാം റെഡിയാണല്ലോ? നിങ്ങൾ അറിയണം, മൂക്കിലുകൂടി ശ്വാസം, തണുത്ത ശ്വാസം അകത്തോട്ട് പോകുന്നതും ചൂടുള്ള ശ്വാസം പുറത്തോട്ട് വരുന്നതും മൂക്കിൽ മുമ്പിട്ട് അറിയണം കേട്ടോ. ശ്രദ്ധിച്ചാൽ അറിയും. പക്ഷെ ദേഷ്യം വരുമ്പോഴൊന്നും വേണ്ട. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ വലിച്ചു കയറ്റാൻ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. റെഡിയാണല്ലോ എല്ലാം? ഓക്കെ. ആൾക്കാർ സമയമായതുകൊണ്ട് കുറെ ആൾക്കാർ പോയി, ഒന്നും കുഴപ്പമില്ല. ഒന്ന് ശരിക്കിരുന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു. ദേഷ്യം വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നിൽക്കേണ്ട, നോർമൽ സ്റ്റേജിൽ മതി. ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വീണ്ടും 4 സെക്കൻഡ് വലിച്ചു കെട്ടുക. 4 സെക്കൻഡ് 1 2 3 4 വലിക്കകത്തോട്ട്. 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 എന്ന് റിലീസ് ചെയ്യുക. 4 സെക്കൻഡ് റിലീസ് ചെയ്യുക. അതേപോലെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 റിലാക്സ്. നോർമലി വീണ്ടും ഒരു പ്രാവശ്യം കൂടി 4 എണ്ണുന്നവരെ 1 2 3 4 എണ്ണുന്ന പോലെ അത്തോട്ട് വിളിക്കുക, തൊട്ട് വിടുക.
വീണ്ടും അകത്തോട്ടെടുക്കുക. റിലാക്സ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ മാറ്റപ്പെടുത്താൻ ഇത്രയൊക്കെ ചെയ്താൽ മതി. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും പോകുന്നുണ്ട് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കൽ. എത്ര പേർക്ക് നമ്മൾ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും പോകുന്നു മനസ്സിലാക്കുന്നുണ്ട്? ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പ്രത്യേക അഭ്യർത്ഥന, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ദയവേതൊന്നും പ്രാക്ടീസ് ചെയ്തേക്കല്ലേ. ഒരു സ്ഥലത്ത് വീട്ടിൽ സ്വസ്ഥമായിരിക്കുമ്പോൾ മാത്രം ചെയ്യുക. ടെക്നിക്ക് മാത്രമാണ്. അപ്പോൾ മനസ്സിനെ ശാന്തതപ്പെടുത്തുക. ഉന്നത വിജയത്തിന് വേണ്ടി ഇതിലൂടെ ശ്രമിക്കുക. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും പറയുന്നു, ഇന്നുകൂടി ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ എടുക്കാം. 2:30 മണിയായി. പെട്ടെന്ന് പോയി കിടന്നുറങ്ങിക്കോളൂ. രാവിലെ മെഡിറ്റേഷൻ വരേണ്ടതാണ്, മറക്കണ്ട. ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.